മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണൻ പോലും അറിയാതെ കണ്ണന്റെ റൂമിൽ കയറി അവന്റെ മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ മഹേഷ് എന്ന പേരിൽ മഹാലക്ഷ്മി മെസ്സേജ് അയക്കുന്നു എന്നുള്ള ആ ഞെട്ടിക്കുന്ന സത്യം ഉണ്ണി മനസ്സിലാക്കുന്നു. മറ്റൊന്നുമല്ല, കണ്ണേട്ട കഴിച്ചോ, തോമസ് വൈദ്യന്റെ അടുത്തേക്ക് ചെക്കപ്പിന് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് വായിക്കുന്ന ഉണ്ണിയാണെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. ഈ മഹേഷ് എന്ന് പറയുന്നത് മഹാലക്ഷ്മി ആണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് ചെക്കപ്പിനായിട്ട് തോമസ് വൈദ്യന്റെ അടുത്തേക്ക് വരും. ഇയാൾ അങ്ങോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇന്ന് ഇയാളെ ഫോളോ ചെയ്യണം. അതോടുകൂടി ഈ നാടകത്തിന് ഒരു അന്ത്യം കുറിക്കണം. സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉണ്ണി തീരുമാനിക്കുന്നു. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയുടെ ആ ഒരു പ്ലാനിങ് ഒന്നും തന്നെ കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഡിറ്റക്റ്റീവ് ഉണ്ണി എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ണൻ രാവിലെ തന്നെ റെഡി ആയിട്ട് കാർ എടുത്ത് പോകുന്നുണ്ട്. ഈ സമയം ഉണ്ണി തീരുമാനിക്കുക, ഇയാൾ ഇന്ന് അവിടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പിക്കാം, ഞങ്ങളെ എല്ലാവരെയും ഇയാൾ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മേഘേട്ടൻ സത്യങ്ങൾ പറയാനായിട്ട് തുടങ്ങുമ്പോഴായിരിക്കാം ആ ആക്സിഡന്റ് സംഭവിച്ചതെന്നൊക്കെ മേഘനാഥൻ ഒരുപക്ഷെ സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്നൊക്കെ ഉണ്ണി മനസ്സിൽ വിചാരിക്കുന്നു. അങ്ങനെ കണ്ണന്റെ പുറകെ തന്നെ ഉണ്ണിയാണെങ്കിൽ കാർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കണ്ണൻ നേരെ ചെല്ലുന്നത് മഞ്ജുവിന്റെ അടുത്തേക്കാണ്. കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി അവൾക്ക് കൊടുക്കുന്നു. അവിടെ വെച്ച് അവർ സംസാരിച്ച് നിൽക്കുന്ന സമയം ഉണ്ണി ആവട്ടെ വേഗം അനന്തുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അനന്തുവും ലേഖയും മഹിയും സന്തോഷത്തോടു കൂടിയിട്ട് ചെക്കപ്പിന് വേണ്ടി ഇറങ്ങുന്ന കാഴ്ച അവൻ കാണുന്നുണ്ട്. അപ്പോ ഇന്ന് ചെക്കപ്പിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. ആ തോമസ് സാറിന്റെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കണം ഇവർ പോകുന്നുണ്ടാവുക. അങ്ങനെ ഉണ്ണി അവരെ ഫോളോ ചെയ്തു പോകുമ്പോഴാണ് മഹിയും അനന്തവും ലേഖയും അങ്ങോട്ട് പോകുന്നത് ഉറപ്പിക്കുന്നത്. സാഗറുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതൊക്കെ തന്നെ ഉണ്ണി കാണുന്നു. ഇത് കാണുമ്പോൾ തന്നെ അവനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. കണ്ണേട്ടനപ്പോ നമുക്ക് എല്ലാവർക്കും മുന്നിലും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മഹാലക്ഷ്മിയുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഇയാൾ വീണ്ടും എല്ലാവരെയും പൊട്ടന്മാരാക്കി. അങ്ങനെ അതൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കണ്ണന്റെയും വണ്ടി അങ്ങോട്ട് വരുന്നത്. ഉണ്ണിയാണെങ്കിൽ അതെല്ലാം കണ്ട് ആകെ ഷോക്കാവുന്നു. സന്തോഷത്തോടെ അവരെല്ലാവരും ചേർന്ന് ചെക്കപ്പിന് കയറി പോകുന്നതാണ് ഉണ്ണി കാണുന്നത്. ഒട്ടും തന്നെ വൈകാതെ അവനാണെങ്കിൽ വാമദേവനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ വാമദേവനാണെങ്കിൽ എന്താ മോനെ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മാവ, എനിക്ക് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു, ഈ കണ്ണനും മഹാലക്ഷ്മിയും അവരുടെ കൂട്ടാളികൾ എല്ലാവരും എപ്പോഴത്തെയും പോലെ നമ്മൾ പറ്റിക്കുകയാണോ എന്ന്. അത് ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, മോൻ എന്താ ഈ പറയുന്നത്, കാര്യം തെളിച്ചു പറയാനായിട്ട് ഉണ്ണിയോട് പറയണം. അത് അമ്മാവ, മേഘേട്ടന് ആക്സിഡന്റ് ആയ കാര്യം അമ്മാവൻ കൂടുതലൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഞാൻ ചിന്തിച്ചു. മേഘേട്ടനും മാർക്കോയും ഒരുമിച്ചാണ് ആക്സിഡന്റ് ആയി കടന്നത്. ആ സമയത്ത് മാർക്കോയെ മാത്രമാണ് രക്ഷപ്പെടുത്തി വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. അതിനർത്ഥം കണ്ണൻ മാർക്കോയുടെ ആളാണ്. മേഘേട്ടൻ വളരെ വൈകിയാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. അങ്ങനെയെങ്കിൽ മേഘേട്ടനെ അല്ലേ ആദ്യം എത്തിക്കേണ്ടത്. പക്ഷെ അവിടെ നടന്നത് തിരിച്ച്. പിന്നെ അന്ന് ഞാൻ കമ്പനിയിലേക്ക് പോയപ്പോൾ കണ്ണേട്ടന്റെ ക്യാബിനിൽ വെച്ച് രണ്ടാളും സംസാരിച്ചിരുന്നു. എന്നെ കണ്ടപ്പോഴായിരുന്നു അവർ രണ്ടുപേരും പരസ്പരം വഴക്കിടുന്നത് പോലെയൊക്കെ അഭിനയിച്ചത്. ഇത് കേട്ട് വാമദേവനാണെങ്കിൽ, മോനെ, ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്, നമ്മൾ വീണ്ടും പറ്റിക്കപ്പെടുകയാണോ എന്നാണോ? അതെ അമ്മാവ, അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇന്നലത്തെ ആ സംഭവം കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മാർക്കോ കൃത്യസമയത്ത് അവിടെ എത്തി. നമ്മുടെ വീട്ടിൽ പൂജ നടക്കുന്ന കാര്യം അവിടെ നിന്നും ഒരാൾ പറയാതെ എങ്ങനെയാണ് മാർക്കോ തിരിച്ചറിയുക? കണ്ണേട്ടൻ മഹാലക്ഷ്മി അറിയിച്ചാലല്ലേ മഹാലക്ഷ്മിക്കും പൂജയുടെ വിവരം അറിയുള്ളൂ. എല്ലാം കൊണ്ടും നമ്മൾ മണ്ടന്മാരാക്കപ്പെടുകയാണ്. ഇന്ന് ഞാൻ രണ്ടും കൽപ്പിച്ച് കണ്ണേട്ടന്റെ ഫോൺ ചെക്ക് ചെയ്തിരുന്നു. അയാളുടെ ഫോണിൽ മഹാലക്ഷ്മി മഹേഷ് എന്ന പേരിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. തോമസ് വൈദ്യന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ സംശയത്തോടെ ഞാൻ പോയി നോക്കിയപ്പോൾ എല്ലാവരും ചേർന്ന് ചെക്കപ്പിന് കയറി പോകുന്നതാണ് കണ്ടതെന്ന് പറയുമ്പോൾ, അപ്പോ അത് കണ്ണന്റെ കുഞ്ഞാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെ പറയുന്നില്ല, അയാൾ നടക്കാൻ തുടങ്ങിയോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കണ്ണേട്ടൻ എന്തൊക്കെയോ പങ്കുണ്ട്. കണ്ണന്റെ അറിവോട് കൂടിയിട്ടാണ് ആ കുഞ്ഞ് മഹാലക്ഷ്മിയുടെ വയറ്റിലുണ്ട് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും അത് ഭൂമിയിൽ ജനിക്കാൻ പാടില്ല. ഇനി പല വഴികളിലൂടെയും ഗർഭധാരണം സാധ്യമാണ്. അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടും. കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞാണ് മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നമ്മൾ ഈ കടന്ന് കഷ്ടപ്പെടുന്നതും മണ്ടന്മാരാകുന്നതും ഒക്കെ തന്നെ ബാക്കി കാണത്തുള്ളൂ, അല്ലാതെ മറ്റൊരു വഴിയും ഉണ്ടാകില്ല എന്നൊക്കെ വാമദേവ പറയുകയാണ്. മേഘനാണെങ്കിൽ സംസാരിക്കാൻ കഴിയില്ല. അവൻ ഏതാണ്ടൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടാവണം ഒരുപക്ഷെ കണ്ണനെയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവുക. സത്യത്തിൽ എനിക്ക് അയാളെ കൊല്ലാനുള്ള കലിയുണ്ടെന്നൊക്കെ ഉണ്ണി പറയുമ്പോൾ, നമുക്ക് നോക്കാടാം അവൻ എത്രത്തോളം പോകുമെന്ന്. ഇത് കേട്ട് ഉണ്ണി പറയുന്നുണ്ട്, അങ്ങനെ ഒരുപാടൊന്നും നീട്ടിക്കൊണ്ടുപോവാൻ ഞാൻ അനുവദിക്കില്ല അമ്മാവ. എത്രയും പെട്ടെന്ന് ഈ നാടകം അവസാനിക്കണം. ഇനിയും എനിക്ക് അയാൾക്ക് മുന്നിൽ ഒരു പാവയെ പോലെ നിൽക്കാനൊന്നും കഴിയില്ല. ഈ വിഷു കഴിയുന്നതിന് മുമ്പായി തന്നെ അയാളുടെ എല്ലാം പൊളിച്ചെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ, മോനൊന്ന് സമാധാനപ്പെട്ടു, നമുക്ക് വഴിയുണ്ടാക്കാമെന്നൊക്കെ ഉണ്ണിയോട് വാമദേവൻ പറയണം. എന്തായാലും ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട്. തോമസ് സാറാണെങ്കിൽ കുഞ്ഞിന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോൾ തന്നെ അനന്ത് പറയണം,
ഉണ്ണി ഇപ്പോ ആകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫോളോ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കണ്ണൻ ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഇതുവരെയും അവനിൽ സംശയങ്ങളില്ലെന്ന എൻ്റെ ഒരു ഊഹം. ഇന്നും എല്ലാവരുടെ മുന്നിലും ഞാൻ തകർത്ത് അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ കണ്ണൻ പറയുന്നു. എന്തായാലും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ വീണ്ടും വീണ്ടും അനന്തു കണ്ണനെ ധരിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ കമലേശ്വരത്തിലേക്ക് തിരിച്ചെത്തി ഈ നാടകം എങ്ങനെ പൊളിക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എന്തായാലും ഉണ്ണി അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാത്തിനും അവസാനം കണ്ടിരിക്കും. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.